രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. യൂദ രാജാവായ അഹസ്യയുടെ പുത്രൻ യോവാഷിന്റെ 23-ാം ഭരണവർഷം യേഹുവിന്റെ മകൻ യഹോവാഹസ് സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസയേലിന്റെ പുത്രൻ ബെൻഹദാദിന്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യഹോവാഹസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രായേലിനെ ഒരു രക്ഷകനെ നൽകി. അവർ സിറിയയുടെ കയ്യിൽ നിന്ന് മോചനം തേടി ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബോവാം തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച പാവങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമരിയായിൽ അക്ഷേര പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹസിന്റെ സൈന്യത്തിൽ 50-ലേറെ അശ്വഭടന്മാരോ 10-ലധികം രഥങ്ങളോ 10,000-ന് മേൽ കാലാൽപ്പടയോ അവശേഷിച്ചില്ല. യഹോവാഹസിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തി പ്രാഭവങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹസ് പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യൂദ രാജാവായ യഹോവാഷിന്റെ 37-ാം ഭരണവർഷം യഹോവാഹസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 16 വർഷം ഭരിച്ചു. അവനും കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവാഷിന്റെ പ്രവർത്തനങ്ങളും യൂദ രാജാവായ അമസ്യായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രാഭവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ജെറോവാം സിംഹാസനരൂഢനായി. യഹോവാഷ് സമരിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ഏലീഷ്യ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ എൻ്റെ പിതാവേ, ഇസ്രായേലിലെ രഥങ്ങളും സാരഥികളും. ഏലീശ പറഞ്ഞു, അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. ഏലീശ തുടർന്നു, വില്ല് കുലയ്ക്കുക. അവൻ വില്ല് കുലച്ചു. രാജാവിൻ്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് ഏലീശ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. ഏലീശ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ ഏലീശ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയയ്ക്കെതിരെയുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യം മാത്രമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. ഏലീശ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീശയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീശയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാഹസിന്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹദാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസായേലിന്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹസിന്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം. ഇസ്രായേൽ രാജാവായ യഹോവാഹസിന്റെ പുത്രൻ യഹോവാഷിന്റെ 2-ാം ഭരണവർഷം യൂദ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസ്യ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യഹോവദിൻ ആയിരുന്നു അവന്റെ അമ്മ.
അവൻ കർത്താവിന്റെ മുമ്പിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിന്റെ പ്രവൃത്തികൾ പിന്തുടർന്നു. പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനകളും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തന്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് അനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 എദോമ്യരെ ഉപ്പ് താഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഇന്നും യോക്തേൽ എന്നറിയപ്പെടുന്നു. അനന്തരം അമസ്യ യേഹുവിന്റെ പൗത്രനും യഹോവാസിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ച് ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യായ്ക്ക് ഈ സന്ദേശം അയച്ചു. ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ കാരകിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയെ നൽകുക. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടി തേച്ചു കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു, അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങി കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിനു നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യയെ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബത്ശേമയിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദാ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബത്ശേമിൽ വെച്ച് അഹസ്യായുടെ പുത്രനും യോവാഷിമിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസ്യായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രായിം കവാടം മുതൽ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയയിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി പ്രാഹവും യൂദാ രാജാവായ അമസ്യായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസ്യ ഇസ്രായേൽ രാജാവായ യഹോവാഹസിന്റെ പുത്രൻ യഹോവാഷിന്റെ മരണത്തിനു ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസ്യയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാക്കിലേഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാക്കീഷിൽ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസ്രിയ രാജകുമാരനെ പിതാവായ അസിയായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം അസീറിയ ഏലാത്ത് വീണ്ടെടുത്തു പുതുക്കി പണിതു. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമാസിയായുടെ 15-ാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറബോവാം സമരിയയിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിന്റെ അതിർത്തി ഖമാത്ത് കവാടം മുതൽ അറാബ് കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായുടെ പുത്രനും ഗദ്ദേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോന വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചായിരുന്നു. ഇസ്രായേലിന്റെ ദുരിതം കഠിനമാണെന്നും കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിന്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിന്റെ പുത്രനായ ജെറോവാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോവാമിന്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഖമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരോട് ചേർന്ന്
പുത്രൻ സക്രിയ ഭരണമേറ്റു.